സഹൃദയരെ, ഓച്ചന്തൂർ തോമന തിയേറ്റേഴ്സിന്റെ 39ാമത് നാടകം കാടിവെള്ളത്തിൽ വീണ ഡാഡി. നാടകരചന ഓച്ചന്തൂർ തോമനക്കുട്ടൻ, സംഗീതം ഓമനക്കുട്ടൻ ഓച്ചന്തുരുത്ത്, ഗാനാലാപനം ഓച്ചന്തൂർ തോമനക്കുട്ടൻ, നാടകരചന സംവിധാനം സാക്ഷാത്കാരം അഡ്വക്കേറ്റ് ഓച്ചന്തൂർ തോമനക്കുട്ടൻ, അതായത് ഈ ഞാൻ. നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ്. ഈ നാടകത്തിന് കഴിഞ്ഞ വർഷം 3 അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. അതിൽ 1ാം വാർഡിൽ ഞങ്ങളുടെ നായിക തങ്കമ്മ പീഡനത്തിനരിയായി അഡ്മിറ്റ് ആയിരിക്കുന്നു. 2ാം വാർഡിൽ ഞങ്ങളുടെ നായകൻ തങ്കപ്പൻ തലക്കടിയേറ്റ് ബോധനഹിതനായി കിടക്കും. 3ാം വാർഡിൽ ഞങ്ങളുടെ 2 സഹനടന്മാരും. അതുകൊണ്ട് ഇന്ന് ഈ നാടകത്തിൽ അഭിനയിക്കാൻ 4 പേരുണ്ടായിരിക്കുന്നതല്ല. എങ്കിലും നാടകം കാണാൻ വന്ന് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താതെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ചുറുചുറുക്കുള്ള 4 കലാകാരന്മാരെ കണ്ടെത്തി ഡയലോഗ് പഠിപ്പിച്ചാണ് ഇന്ന് ഈ നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തും സംഭവിക്കാം. സമിതിയുടെ ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തേണ്ടതാണ്. നാടകം ആരംഭിക്കുന്നു. കാടിവെള്ളത്തിൽ വീണ ഡാഡി. രംഗത്ത് മുതലാളി ഇതെന്തിനാ എല്ലാവരും കൂടി വരുന്നു? നീ പോയി ഓർഡർ തുറക്കണ. എല്ലാവരും വരില്ലേ? ആ പുള്ളി ജുബട്ട സുരേഷ് ജുബട്ടാണ്. ആ സുരേഷ് വാ മറ്റൊരു പോ, ഇങ്ങോട്ട് വാ. എവിടേക്ക് ഇങ്ങോട്ട്? അങ്ങോട്ട് പോ. എവിടേക്ക് പോണ്? നടുക്കിൽ വന്ന് നിൽക്ക്. ആൾക്കാർ നോക്കണു, നേരെ നോക്കുന്നു. എന്നെ നോക്കാനല്ല പറഞ്ഞു, അങ്ങോട്ട് നോക്കാൻ. അവരോട്ട് പിടിച്ചുവിട്ട വന്ന് നിൽക്ക്. ആൾക്കാരുണ്ടല്ല പിന്നെ നാടകം കാണാൻ ആൾക്കാരുണ്ടാവില്ലേ? അഭിനയിക്ക്. എങ്ങനെ? മുതലാളി ഉലാത്തുന്നു. എന്ത് വെണ്ടക്ക ഒലത്തണോ ചെറുപയർ ഒലത്തണോ? ഒലത്തല്ല, ഉലാത്തുന്നു എന്ന് വെച്ചാല് നടക്കുന്നു. അത് നേരത്തെ പറഞ്ഞാ പോരെ. ഇങ്ങോട്ട് സ്റ്റില്ല്. 2 സ്റ്റില്ല്, 1 ഇയാളുടെ എന്റെ. ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞു, ഒരു പോസില് നിൽക്കാൻ. എങ്ങനെ നിൽക്കണം? എങ്ങനെ നിന്നു? വേലക്കാരി കടന്നു വരുന്നു. ഇതാണ് വേലക്കാരി. മീശയൊക്കെ എന്തായി വരുന്നേ? നീ പോയി ഓർഡർ എടുത്ത് കൊടുക്കട. വേലക്കാരി കടന്നു വരുന്നു. ആൾക്കാർ കേൾക്കുന്നു. ഡയലോഗ് പറ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ സൂചിയില്ല. ഡയലോഗ് പറ. എന്താണ്? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം. 3 വട്ടം അതല്ല, 3 പ്രാവശ്യം പറയാൻ. എന്നടാ സുരേഷ്? രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 1 രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 2 രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 കട്ട്. എന്തത് ലേലം വിളിയാണത്? ഡയലോഗ് പറ. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഞാൻ പറഞ്ഞോളാം. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന ഞാൻ ഇന്ന് 6 മാസം ഗർഭിണിയാണ്. ചെലവ് ചെയ്യണം. ഡയലോഗ് പറ. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ. എന്റെ വയറ്റിലേല് വളരുന്ന രാജമോൻ. വയറ്റിലല്ല, കുണ്ടത്തറ. അതല്ല, വയറ്റില്. നേരെ വൃത്തിയായിട്ട് പറഞ്ഞിരുന്നു. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറയും ഈ നിക്കുന്ന എടാ ഇവിടെ വന്ന് താനിവിടെ അല്ലേ നിൽക്കേണ്ടത്? വെറുതെ എന്നെ കൂടെ തെറ്റിക്കാനായിട്ട്. ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന്. എന്നെ കൈവിടരുത് മുതലാളി. മുതലാളിയുടെ ചുമലിലേക്ക് ചായുന്നു. എവിടെ? ഇവിടെ തോളത്ത്. മുതലാളി ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഇല്ല, കുറച്ചേരം കഴിയട്ടെ. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. നിന്റെ പെങ്ങളൊന്നുമല്ല അവിടെ കിടക്കട്ടെ. അവിടെ വാവോ കിടന്നോട്ടാ. 1/2 മണിക്കൂർ കഴിഞ്ഞ ഇതിലും നല്ല സീനുണ്ട്. വേറെ സീൻ ഇനിയുണ്ടെന്ന്. അന്നൊരു തണുപ്പുള്ള രാത്രി എല്ലാം മറന്ന് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് എത്തി. ഈ സീൻ വേണ്ട, അടുത്ത സീൻ പോ. ഇതെങ്ങോട്ടത് വരണ്ട. ഒരു അറിയിപ്പുണ്ട്. നാടകത്തിന്റെ ഇടയ്ക്ക് അവന്റെ അറിയിപ്പ്. O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള എൻ്റെ ഒരു സുഹൃത്തിന് വളരെ അർജന്റായി 2 കുപ്പി ബിയർ വേണം, മേടിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. അടുത്ത സീന്. നീ പോവല്ലേ, നീ എല്ലാ സീനിലുണ്ട്. അവിടെ നിൽക്ക്.
അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു. ഞാനല്ലേ? നീയാണോ അച്ഛൻ? എല്ലാം നീയാണ്. അച്ഛൻ ദേഷ്യത്തോടെ കടന്നു വരുന്നു. ദേഷ്യത്തിന് വരാൻ വന്നിട്ട് ചിരിച്ചിട്ട് ഏയ്, അവനും കൂട്ടി പിടിച്ചോട്ടെ. വാ, ദേഷ്യത്തോടെ. ദേഷ്യം ദേഷ്യം ഇതെന്ത് ദേഷ്യം? ദേഷ്യം വരൂല, ദേഷ്യപ്പെട്ട് അഭിനയിക്കാൻ. എനിക്ക് വരൂല ദേഷ്യം. ദേഷ്യപ്പെട്ട് അഭിനയിച്ചില്ലെങ്കിൽ നാടൻ കഴിഞ്ഞ 10 പൈസ ഞാൻ തരില്ല. നാടകത്തിന് 10 രൂപ ചവിട്ടി കൂടി മതി. ഈ ദേഷ്യം മതി. ഇത് മതിയാ? ഈ ദേഷ്യത്തിന് വിളി. മുതലാളി. മുതലാളി. മുതലാളി വിളി കേൾക്കുന്നു. ഇതെന്താ ചാളക്ക് പോണ? കണ്ട മീൻകാരനൊക്കെയാണല്ലോ നാടകം അഭിനയിക്കാൻ. നീ വിളി കേൾക്കണ്ട, അവന്റെ പേര് പറ. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ഓ നടക്കൂല. എങ്ങനെ? ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ഈശ്വര. ഓ ആൽബർട്ട് സമൂസ. ദേ, പല്ലെടുത്ത് പോയി, തെറിച്ചു പോയി. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ആ ഓ ഒന്ന് കളയാമോ? ഓ ഓ ഒന്ന് പേര് കളയാം. പറയണം. ശ്ശേ, ഓ സാൽസ. അക്ഷരപുസരയില്ല. പറ്റൂല. ഓ ആൽബർട്ട് വിൽഫ്രഡ് ഡിസൂസ. ബാബു. എന്തോ ആ അത് മതി. ബാബു ആ വിളി കേട്ടു. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന എന്റെ മകളെ, ആ? 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. ഞാനാണോ? എന്താ ഒന്ന് പറഞ്ഞേ? 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലിക്ക് വന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയല്ലേ? അതിന് ഉത്തരവാദി അതിന് ഉത്തരവാദി നീ മൂത്രം. നീ മാത്രം. പാത്രം. നീ മാത്രം. നീ പോലെ അത് നമുക്ക്. മുതലാളി ചിരിക്കുന്നു. മുതലാളി ചിരിക്കുന്നു. പുളിങ്ങിന്ന് ചിരിയിരിക്കാനല്ലോ പറഞ്ഞ, അട്ടഹസിക്കാൻ. എങ്ങനെ? ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല ചുമ വരും. വേണ്ട വേണ്ട, ഡയലോഗ് പറയണ്ട. നീ ഡയലോഗ് പറഞ്ഞാൽ മതി, ചിരിക്കണ്ട. എന്താ? എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് നീ മുതലാളിയല്ല, അച്ഛൻ പറയടാ. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാ. എന്റെ മകള് വരപ്പേരത്തിന് മാക്കി പോരാതെ പോരാതെ തെറ്റിപ്പോയി. നിങ്ങളുടെ തെറ്റിപ്പോയ ആദ്യം തെറ്റിപ്പോയിരുന്നു. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണി പോരാഞ്ഞ്. അട്ടഹസിക്കുന്നോടാ പൊട്ട. അത്തല പുത്തല പോസാത്ത. അട്ടഹസിക്കുന്നോടെ പൊട്ട. അതെ അതെ, ആ മനസ്സിലായി. നീ എന്റെ പറഞ്ഞു കൊടുക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ്. എന്റെ മകളെ ഗർഭിണി ആക്കിയൊന്നും പോരാഞ്ഞ്. നിന്ന് അട്ടഹസിക്കുന്നോടാ പൊട്ട. നിന്ന് അട്ടഹസിക്കുന്നോടാ പൊട്ട. നിന്ന് മറ്റേ പുള്ളി പറഞ്ഞ കാണിക്കുന്നുണ്ടോ ദുഷ്ട? നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. നീ എന്റെ പുരുഷത്വത്തെ പുരുഷത്വത്തെ തൊത്തെ 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 തൊത്തത്തെ 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 പുരുഷത്വത്തെ എന്താണ് വെള്ളം കളിയോ? അൽപ്പാക്കല്ലേ ടെമ്പോ നീ പറ. പുരുഷത്വമാണത്ര പുരുഷത്വം. ഓ പുരുഷമൂത്രമാണത്രേ പുരുഷമൂത്രം. അങ്ങനെയല്ല, പുരുഷത്വമാണത്രേ പുരുഷത്വം. നീ ഡയലോഗ് വേണ്ട. അച്ഛൻ ചാടി വീഴുന്നു. അച്ഛൻ ചാടി വീഴുന്നു. ചാടി വീണു. എന്താടാ ഈ കാണിക്കുന്നത്? പിന്നെ ഇങ്ങനെ വീഴാനാണ് പറഞ്ഞത്. എടാ മുതലാളിയുടെ മേലേക്ക് വീഴടാ. അങ്ങോട്ട് വീഴുവല്ലേ? അച്ഛൻ ചാടി വീഴുന്നു. അമ്മേ, കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അമ്മച്ചേ, അയ്യോ. അമ്മേ. മുതലാളിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കടാ. മോലാളിയുടെ ആ. ഇങ്ങട് വാ. നോക്ക് ഇവിടെ കുരുണ്ടോ നോക്കിട്ട്. മുതലാളി കരയുന്നു. അയ്യോ അമ്മേ കഷ്ടമാണ്. തോക്ക്. ഞാൻ തോക്കൂല. എടാ തോക്കെടുക്കാൻ. ഞാൻ തോക്കൂല. ഞാൻ തോക്കൂലെന്ന് പറഞ്ഞില്ലേ? തോക്കെവിടെ? നാടകം പറഞ്ഞ് ഞാൻ തോക്കെടുത്തിട്ടില്ല. അയ്യോ നാടകം പറഞ്ഞില്ല, രക്ഷയില്ല. മിണ്ടല്ലേ, ആൾക്കാർക്കല്ല, ഞാൻ കൊണ്ടുവന്നേരാ. ആരും കാണാതെ ഞാൻ കൊണ്ടുവന്നേരാന്ന്. ആ. ആരും കണ്ടില്ല. 1,13,000 പേര് കണ്ടോളൂ. അത്രേ ഉള്ളൂ, വെടിവെക്കുന്നു. ഏ? വെടിവെക്കുന്നു. അമ്മേ. എന്നെയാണോ വെടിവെക്കുന്നത്? പിന്നെ അച്ഛനെ വെടിവെക്കടാ. എന്നെയാണോ? വെക്കല്ലേ പ്ലീസ്. ചാകാൻ പോകണല്ലേ, കുളിപ്പിക്കണ്ടല്ലോ. വാ. എവിടെയാ? ഇവിടെ പറ്റോ? കുഞ്ഞിക്ക് ഇതെന്താടാ ഇത്? വെടിവെച്ച് കളിക്കുന്ന. എടാ മരിച്ചു വീഴുന്നു. എടാ നീ വെടിവെച്ചിട്ട് നീയാണോ മരിച്ചു വീഴുന്നു? പിന്നെ ആരാണ് വീണ്ടത്? അച്ഛൻ മരിച്ചു വീഴുന്നു. ഞാൻ മരിച്ചു വീണോ? 3 വെടി വെച്ചിട്ടുണ്ട്. 3 വെടി. അമ്മേ. പൊട്ടിച്ചിരിക്കുന്നു. എടാ നീ മരിച്ചു വീണിട്ട് നീയാണോ ചിരിക്കുന്നത്? അവിടെ കിടക്കടാ. മകൻ വരുന്നു. ഞാനാണോ? എല്ലാം നീയാണ്. മകൻ വരുന്നു. ഇവനെ ഇവിടെ നിന്നാണത്? ഇവനോട്ട് പറഞ്ഞു വിട്ടത്. കടന്നു മകൻ വാടാ.
മുതലാളി കണ്ടാ അവനെ കണ്ടുപിടിക്കുക, അങ്ങനെ അഭിനയിക്കുക. ബാക്കി പറയും. ബാക്കി ഡയലോഗ് മറന്നുപോയി. എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട, എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട, നീ നശിച്ചു പോകും. നീ നശിച്ചു പോവുകയാണോടാ? ഇത് കണ്ട പ്രാതനാണ്ട ഇതന്നെ ഡയലോഗ് പറഞ്ഞാന്ന്. എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയത് പോലെ എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞ് അത് ചോദിക്കാൻ വന്ന അത് എന്ത് ചെയ്യാൻ? ചോദിക്കാൻ വന്ന എന്റെ ഈ അച്ഛൻ. ഏ? അച്ഛാ, ഇതെന്താടാ ഇവിടെ കിടക്കണേ? അവിടെ ഭയങ്കര ഉറുമ്പടാ. ഉറുമ്പൊരി കൊണ്ടാണ് എന്താ ദേ ഇവിടുന്ന് ഈ ഉറുമ്പ് ഇതിനെ കൊണ്ട് ഓടുന്നു. അങ്ങോട്ട് പിടിച്ചോണ്ട് വിടാ. ഡയലോഗിൽ അഡ്ജസ്റ്റ് ചെയ്യ്. അത് ചോദിക്കാൻ വന്ന എന്റെ അച്ഛനെ ഇവിടെ വെടിവെച്ചിട്ട് ഉറുമ്പുകടിയെ ചവിടും മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛനെ കൊന്ന് ദുഷ്ട, നീ പടാരണി പോവുള്ളൂ. പിന്നെയും പ്രാഗീതല്ലാന്ന്. പെങ്ങളെ വിളി. പെങ്ങളെ മന്ദാകിനി, എടാ ഉറക്ക വിളിക്കടാ. പെങ്ങളെ മന്ദാകിനി. തെറി പറയരുത്, തെറി പറയരുത്. നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹത്തിന് മുമ്പ് പൂർണ്ണ ഗർഭിണിയായി കാണണമെന്ന്. വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി കാണണമെന്ന്. വിവാഹം കഴിഞ്ഞ് കുടുംബിനിയായി കാണണമെന്ന്. പെങ്ങളെ, ഇതെങ്ങനെ സംഭവിച്ചു? ചേട്ടാ, അന്ന് തണുത്ത മരവിച്ച ഒരു രാത്രിയായിരുന്നു. ഞാൻ ഈ മുതലാളിയുടെ വീട്ടിൽ TV കാണാൻ ചെന്നു. ഏഷ്യാനെറ്റും സൂര്യയും കൈരളിയും എല്ലാം മാറി മാറി വെച്ചു. പെട്ടെന്നാണ് ഈ കശ്മലൻ മുതലാളി ഫാഷൻ ചാനൽ ഓണാക്കിയത്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു സത്യം മനസ്സിലായി. ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ഈ മുതലാളിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാനൊന്നും ചെയ്തില്ലെന്ന്. എന്റെ പെങ്ങളുമല്ല. ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് പ്രായപൂർത്തിയായ പെൺമക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവരെ അടുത്ത വീട്ടിൽ വീട്ടുകാരൻ പറഞ്ഞയക്കരുത്. അവരെ പറഞ്ഞയച്ചാൽ ഇതായിരിക്കും അനുഭവം. എന്തത്? സംവിധായക ഇതാണ് ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞ സാധനം. മാന്യ പ്രേക്ഷകർ തമ്മിൽ തരുന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്ചുമാമയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് തൊമ്മൻചാണ്ടി ചെയർമാൻ. എന്തായാലും നമ്മുടെ അച്ചുമാമയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മിസ്റ്റർ അച്ചുമാമ. അദ്ദേഹം വളരെ തിരക്കുള്ള ആളായിട്ടും നമ്മളെ ക്ഷണം സ്വീകരിച്ച് വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഹർഷാരവത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശരി, ഇത്രയും തിരക്കുണ്ടായിട്ടും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് നന്ദി പറയാൻ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളോടെല്ലാവരോടും എനിക്ക് അതിലേറെ നന്ദിയുണ്ട്. മറ്റൊന്നിനുമല്ല, ഇത്രയും കാലം എന്നെ മുഖ്യമന്ത്രിയാക്കാം എന്നും പറഞ്ഞ് എനിക്കിട്ടാക്കിയതുപോലെയാക്കാതെ ശരിക്കും ഒന്നാക്കി തന്നതിന് നന്ദിയുണ്ട്. ഓക്കെ സാർ, ഇപ്പോ കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പ് താങ്കളുടെ ഭരണത്തിന്റെ ഒരു സംഭവം താങ്കൾ പറഞ്ഞില്ലേ, ഒരു വിലയിരുത്തൽ, അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? വിലയിരുത്തലാകുമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇതുപോലൊരു വിലയില്ലാതെ വിലയിരുത്തും എന്ന് ഞാൻ കരുതിയില്ല. താങ്ക് യു സാർ. എന്നാലും അടുത്ത ചോദ്യം ചോദിക്കണം, ഒന്ന് തോന്നരുത്. താങ്കളെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിരിക്കാൻ, അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്ന് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വരെ ഞാൻ തരം താന്നു. അതിൽ കൂടുതൽ പാതാളം വരെ താഴാൻ ഞാൻ മാവേലിയൊന്നുമല്ലടോ. ചെങ്കോലി മോഹൻലാൽ പറയുന്ന ഡയലോഗാണല്ലോ. അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു. ഇന്ന് എനിക്ക് ഈ ഗതികേട് വന്നപ്പോ ഞാൻ ഈ ഡയലോഗ് പറയുന്നു. നാളെ നിങ്ങൾക്കും ഇങ്ങനെ ഗതികേടുകൾ വരാം. അതുകൊണ്ട് ഡയലോഗുകൾ കാണാപ്പാടം പഠിച്ചോ, ഉപകാരം. എന്തായാലും എല്ലാവരും ഈ ഡയലോഗ് പഠിക്കുന്നത് നല്ലതാണ് സാറേ. എന്നാൽ നമ്മുടെ തൊമ്മൻചാണ്ടി സാർ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. വെൽക്കം മിസ്റ്റർ തൊമ്മൻചാണ്ടി സാർ. അദ്ദേഹം വളരെ
പ്രതിപക്ഷ നേതാവാണ്, ഒരുപാട് തിരക്കുള്ള ആളാണ്, സാറും സഹകരിച്ചു കൊള്ളണം. ഓക്കെ സാർ. സാറേ, കൈ ഉയർത്തി നമ്മുടെ ജനതയെ ഒന്ന് അഭിവാദം ചെയ്യാം. അഭിവാദ്യം ചെയ്യുന്നതിന് മുമ്പ് എന്താ കൈ കെട്ടിവെച്ചിരിക്കുന്നത്? എന്ത് പറ്റി സാറേ? വേറൊന്നുമല്ല, ഞാൻ വന്നത് ഫ്ലൈറ്റിനാണ്. ഞാൻ അങ്ങാനും ഉറങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടെ കയറാതിരിക്കാൻ മനഃപൂർവ്വം കെട്ടിയിട്ടതാണ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാറേ, ഈ കഴിഞ്ഞ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാ? ഈ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പലർക്കും വളരെ സന്തോഷമുണ്ടായി. പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെയാണ് ഉദ്ദേശിച്ചല്ലേ? അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല സാറേ. സാറേ, വേറൊരു കാര്യം പേഴ്സണലായിട്ട് താങ്കളോട് ചോദിക്കാൻ, നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ അതിനെക്കുറിച്ച് പറയുവാൻ കേരളക്കാരുടെ ഒരു സ്വപ്നമാണത്. അതിനെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് താങ്കൾ ഡൽഹിയിൽ പോയിരുന്നത്? ഞാൻ പോകാത്തത് വേറെ ഒന്നുമല്ല, ഞാൻ അവിടെ ചെന്ന് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഹിന്ദി അറിയണമല്ലോ. അയ്യോ, ഹിന്ദി അറിയില്ലേ താങ്കൾക്ക്? ഹിന്ദി നല്ല കിണ്ടി അറിയാൻ പാടില്ല. താങ്കൾക്ക് ഹിന്ദി അറിയാം? ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ. അയ്യോ, നന്നായിട്ട് അറിയാന്നു. ഏതായാലും രണ്ട് ചോദ്യം ചോദിച്ചു സാറേ. ഹിന്ദിയിൽ പേനയിൽ കലം എന്ന് പറയും, പെൻസിൽ എന്ന് പറയും, ചട്ടി എന്ന് പറയും. അയ്യോ സാറേ, 50 വെച്ചാൽ 50, 60 എന്ത് പറയും? മഞ്ഞാസ്. എന്റെ ദൈവമേ സാറേ, കല്ലെന്ന് വെച്ചാൽ ഇന്ന്, നാളെ എന്ത് പറയും? കരിങ്കല്ല്. വെരി ഗുഡ്, താങ്കൾക്ക് ഹിന്ദി അറിയാം, എല്ലാവർക്കും മനസ്സിലായി. ഇതിലും ഭേദം ഹിന്ദി എനിക്കറിയാം. താങ്കൾ പറയും. പിന്നെ എന്നാൽ ഏത് കൊച്ചുകുട്ടിയും വളരെ നിസ്സാരമായി ഉത്തരം പറഞ്ഞ ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കാൻ, കുമാരൻ നമ്മുടെ പറവൂർ ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ? നമ്മുടെ വെരി ഗുഡ്, താങ്കൾ ഡൽഹി പോയിരുന്നത് നന്നായി, സത്യം പറഞ്ഞു. ഓക്കെ സാറേ, ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. താങ്കൾ ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. ഓക്കെ, ആദ്യം താങ്കൾ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം എന്റെ ആയിക്കോട്ടെ. കുരങ്ങിനെ കാണാൻ എന്തു ചെയ്യണം? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കുരങ്ങിനെ കാണാൻ എന്ത് ചെയ്യണം? കുരങ്ങിനെ കാണാൻ കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മതി. ഓക്കെ, കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മതി സാറേ. അങ്ങോട്ട് പോകണ്ട, ചാണ്ടി ഒന്നു കണ്ണാടി നോക്കിയാൽ മതി കാണാൻ. അച്ഛമാമ നോക്കുമ്പോ കാണുന്ന കുരങ്ങനെന്ന് കരുതി എല്ലാവരും നോക്കുമ്പോ കാണുന്ന കുരങ്ങനായിരിക്കണം എന്നില്ല. ഞാൻ നോക്കുമ്പോ കണ്ടത് നല്ല സിംഹത്തെയാണ്. സിംഹത്തെ കണ്ടു സാറേ. അത് ശരിയായിരിക്കും. അത് ഈ തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും. പാലക്കാട് നിന്ന് തമിഴ് ലോറിയിൽ വൈക്കോല് കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത്? പിന്നെ ഇനി താങ്കൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ പിണറായിരിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യും? ഓക്കെ, താങ്കൾ പാർട്ടി ഓഫീസിൽ ചെല്ലുന്നു, അവിടെ പിണറായിരിക്കുന്നു, താങ്കൾ എന്ത് ചെയ്യും? മനുഷ്യന് മനസ്സിലാക്കാവുന്ന ചോദ്യം ചോദിക്കാം, മനസ്സിലാകുന്ന രീതി ചോദിക്കാം. ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ ഒരു സിംഹം ഇരിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യും? അതെ, താങ്കൾ ഒരു കാട്ടിൽ ചെല്ലുന്നു, അവിടെ സിംഹം നിൽക്കുന്നു, താങ്കൾ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യില്ല, എല്ലാം സിംഹം ചെയ്തോളും. പൊറോട്ട കീറുന്ന പോലെ കീറി തരും, പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? കേട്ടാ മതി. ഓക്കെ സാർ, ഈ രാഷ്ട്രീയക്കാർ പൊതുവെ കലാകാരന്മാരല്ലെന്നൊരു അഭിപ്രായം അസൂയക്കാര് പറഞ്ഞോണ്ട് പറയണോ? ഞാൻ അസലായിട്ട് പാട്ട് പാടും. താങ്കൾ പാട്ട് പാടും? നമ്മുടെ തൊമ്മൻചാണ്ടി സാർ പാട്ട് പാടും. ഓക്കെ, ഏത് പാട്ടാണ് താങ്കൾ പാടാൻ പോകുന്നത്? എന്റെ മനസ്സിൽ ഇദ്ദേഹത്തിന്റെ ഭഗവാന്റെ പരിവേഷമാണ്. നമ്മുടെ അച്ഛമാമ. അതെ, ആ ഒരു ഭഗവാനുള്ള ഒരു ഭൃത്യന്റെ യാചന, അവന്റെ സംശയമാണ് ഈ പാട്ടിലൂടെ ഉരുത്തിരിയുന്നത്. ഓക്കെ, എന്നാൽ ആ പാട്ടൊന്ന് കേട്ടിട്ട് തന്നെ കാര്യം. ഓക്കെ, താങ്കൾ പാടി. ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊക്കെ ശ്രീകൃഷ്ണ ഭവൻ നിന്നോളൂ, ധൈര്യമായിട്ട് നിന്നോളൂ. ചെയ്യാത്ത കുഴപ്പമുള്ളൂ. അപ്പോഴേക്കും ഭഗവാൻ. ഓക്കെ, മ്യൂസിക് ഇട്ടു. അത് ഒടിച്ചെടുക്കും. ഓക്കെ, മ്യൂസിക് ഇട്ടോളൂ. ഓക്കെ. പക്ഷേ അദ്ദേഹത്തിന് കറുപ്പ് നിറം കൂടിപ്പോയെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. കാരണം കറുപ്പിന് 7 എന്നാ പറയുന്നത്. ബാക്കി 93 വെളുപ്പിന. ഓക്കെ ശരേ, അതേ ഒരു പാട്ട് പാടിക്കാൻ നമ്മൾ തോറ്റു കൊടുക്കാൻ പിന്നോട്ട് പോരുത്. ഒരു കാഴ്ച പിന്നെ ഞാൻ കറുത്തു പോയതാണല്ലോ കേരളത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്നെ കുറിച്ച് പാടാൻ എന്റെ കൂടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ
ഞാൻ തന്നെ എന്നെ കുറിച്ച് പാടാം, പിടിച്ചോ. ഓക്കെ, നമ്മുടെ അച്ഛൻ പാട്ട് പാടാൻ വന്ന് കേക്കട്ടെ. പൈനാപ്പിൾ സുന്ദരനല്ല, സൂപ്പർ. ഇതുപോലെ ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. Exactly. പൈനാപ്പിൾ സുന്ദരനല്ല, സൂപ്പർ സൂപ്പർ. ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. എല്ലാം വെട്ടി നിരത്തി ഭരണത്തിൽ കയറിയ ജഗവനാണ്. പാർട്ടി പറയണ കേട്ടി നടക്കണ സോദരനാണ്. പിണറായിയുമായി പിണങ്ങി നടക്കണ ഒന്നാമനാണ്. ചുമ്മാ മണ്ണു പെരിപ്പിച്ച് തോളത്ത് കെട്ടണ സുന്ദരനാണ്. കലക്കി കലക്കി സാറേ. ഇനി എന്തെങ്കിലും കലാവാസന താങ്കൾ ഒളിഞ്ഞെടുപ്പെട്ടു? പിന്നെ ഞാൻ അടിപൊളി മിമിക്രി താരമല്ലേ. മിമിക്രി പറയോ? ഓക്കെ, എന്താണ് താങ്കൾ പറയാൻ പോകുന്നത്? മിമിക്രിയിൽ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം. സിനിമാ താരങ്ങളുടെ ശബ്ദം കൊള്ളാതെ. ആരുടെ ശബ്ദമാണ് ആദ്യം അനുകരിക്കാൻ പോകുന്നത്? ആദ്യമായി അനുകരിക്കാൻ പോകുന്നത് ഭരത് മമ്മൂട്ടി. സാറേ കളിയൊക്കെ ഈ മമ്മൂട്ടി അനുകരിക്കാൻ പ്രത്യേക കാരണമൊന്നുമില്ലണ്ട് സാറേ. പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്നിട്ട് ലാൽ സലാം എന്നിങ്ങനെ പറയാതെ ലാൽ സലാം ഇങ്ങനെ ലാൽ സലാം മമ്മൂട്ടി. ഓക്കെ, എന്തായാലും കണ്ടുകളെ നമ്മുടെ അച്ചുമാമ. ഓക്കെ, മമ്മൂട്ടി അനുകരിക്കാൻ പോകുന്നു. കണ്ടുകളെ എന്തായാലും സാറേ ആക്ഷൻ ഒക്കെ എടുക്കേണ്ടത്. സൂപ്പർ ആക്ഷൻ. മമ്മൂട്ടിയാണെന്ന് തോന്നുള്ളൂ കണ്ടാൽ. വെരി ഗുഡ് സാറേ. അയ്യോ അയ്യോ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ബസ് പോകും. ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും. പാലാരി വട്ടം മൂന്നാറ് കയ്യേറിയവരുടെ നേരെ മെക്കിട്ട് കയറിയവൻ ചന്തു. സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന ഓവർ സ്മാർട്ടായവൻ ചന്തു. ഇനിയും കേരളത്തെ കൂടുതൽ വികസിപ്പിക്കാൻ വികസന വിരോധിയായ ചന്തുവിന്റെ ഭരണം ഇനിയും ബാക്കി. മടങ്ങിപ്പോ മടങ്ങിപ്പോ മടങ്ങിപ്പോടോ. സൂപ്പർ ആയിട്ടുണ്ട് സാറേ. സൂപ്പർ സൂപ്പർ. ഈ താങ്കൾക്ക് എന്തെങ്കിലും അനുകരിക്കാൻ പറ്റും? എന്റെ രൂപത്തിനും ഭാവത്തിനും പറ്റിയ ഒരു സൂപ്പർ സ്റ്റാർ ആരാണത്? ശിവാജി. ശിവാജി ഒരു പഴയ നടനല്ലേ സാർ? അതല്ലോ ശിവാജിയായിട്ട് അഭിനയിച്ച രജനികാന്ത്. രജനികാന്ത്. ഓക്കെ, നമ്മുടെ തൊമ്മഞ്ഞാടിച്ച രജനികാന്തിന് അനുസരമാക്കുന്ന കണ്ടുകളെ നമുക്ക് എന്തെങ്കിലും കണ്ടേ. സൂപ്പർ ആക്ഷൻ. എന്താടോ അതൊരു എഫക്ട് കൊടുത്തതാ. என் பேரு கொஞ்சம் இருக்கிற ஒரு பேருக்கு சாண்டி. இந்த சாண்டி ஒரு தடவை சொன்னா 100 ദിവസത്തിനുള്ളിൽ അത് നടത്തി കൊടുക്കും. അതാണ് ചാണ്ടി. ഓക്കെ സാർ, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി എന്റെ വക ഒരു കുസൽ ചോദ്യമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചു കണ്ടവൻ അച്ചു വേണ്ട. താങ്കൾ സാർ എവിടെ? പുതുപ്പള്ളി. പുതുപ്പള്ളി കണ്ടവന് പള്ളി വേണ്ട. പള്ളി കണ്ട ഒരു കുസൽ താങ്കൾ ചോദിക്കാം. കൊയിലാണ്ടി കണ്ടവനെ വൃത്തികേട് പറയാൻ മാത്രം ബാധിക്കുന്ന ഒരു വ്യക്തിയാണ് സാറേ. ഇത് പ്രശ്നമാക്കണ്ട. താങ്കൾ ഒരു നല്ല ചോദ്യം ചോദിക്കാം. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള ഡീസന്റ് ആയിട്ടുള്ള ചോദ്യം. അതെ. ചുണ്ടും ചുണ്ടും ചേർന്നാൽ എന്ത് സംഭവിക്കും? അയ്യോ സാറേ, ചുണ്ടും ചുണ്ടും ചേർന്നാൽ എല്ലാവരും ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അതല്ല. ചുണ്ടും ചുണ്ടും ചേർന്നാൽ വായടയും. അയ്യോ ശരിയല്ലോ സാർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കൊച്ചു കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത്. അവരോട് ചോദിക്കാൻ പറ്റിയ ഒരു കുസൃതി ചോദ്യം. ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല ചോദ്യം. ഓക്കെ ഓക്കെ. അണ്ണാന്റെ അതാണ് നമുക്ക് വേണ്ടത്. അണ്ണാന്റെ ചോദ്യം ചോദിക്കും. അതെ, അണ്ണാന്റെ കയ്യിൽ നിന്ന് ലതു പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അത് ഏത്? സാറേ ഉത്തരം പറയുന്നത് താങ്കളാണ്. അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ. അത് എന്താണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ ലത്? ഉത്തരവില്ലേ? നാണമില്ലടോ ചാണ്ടി ഇത്തരം വൃത്തികെട്ട ചോദ്യം ചോദിക്കാൻ. കാര്യം അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അതേതെന്ന് ഈ പറവൂർ നിവാസികൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്കും അറിയാം സാറേ. പക്ഷേ പറവൂരുള്ള ഈ സമ്പന്നമായ സദസ്സിന്റെ മുമ്പിൽ വെച്ച് അതിനെ കുറിച്ച് പരസ്യമായി ഞാൻ പറയില്ല. അതെ സാറേ, എന്ത് പറയുന്നു? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനെ കുത്തരുത്.
ഞാൻ കൊഞ്ഞനം കുത്തി കാണിച്ചതല്ല, എന്റെ മുഖം സ്വതവേ. അങ്ങനെയാണ് സാറേ. ഓക്കെ, എന്തായാലും അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞില്ലേ, മാന്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ അതിനെ കുറിച്ച് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചവിട്ടിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. എന്റെ ചുവട്ടിൽ? അയ്യേ, ഞാൻ പോയി പറയണോ സാറേ? അദ്ദേഹം പറഞ്ഞത് അയ്യേ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞാൻ ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിയാണ്. മാങ്ങാണ്ടിയായിരുന്നു ഞാൻ വിചാരിച്ചു. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രശ്നം. ഇദ്ദേഹം ഒന്ന് പറയും, ഇദ്ദേഹം വേറൊന്ന് വിചാരിക്കും. ഇങ്ങനെ പോയാൽ ഈ കേരളം ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ല. ഗുഡ് ബൈ.